ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ എന്താണ് ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പം ഒരു ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഏതായാലും ആകാംക്ഷയുടെ മുൾമുനയിലാണ് എല്ലാവരും. നമ്മുടെ പിങ്കിനെ പിടിക്കുവോ, ഇനിയിപ്പം സത്യങ്ങളൊക്കെ പുറത്തു വരുമോ എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം ഇന്നലത്തെ പ്രമോ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു. വൈകിട്ട് നമുക്ക് പ്രമോ ഇടാൻ പറ്റാത്തത് വേറെ ഒന്നുകൊണ്ടും അല്ല, 11 മണിക്കാണ് നമുക്ക് പ്രമോ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് ഒരിക്കലും പ്രമോ ഇടാനുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വൈകിട്ട് നമ്മൾ പ്രമോ ഇപ്പം മിസ്സാക്കി കളയുന്നത്. അപ്പം ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് AGDPയുടെ എടുത്തിരിക്കുന്ന നമ്മുടെ നന്ദേനെയും അർജുനെയാണ്. അങ്ങനെ അർജുനും നന്ദയും തന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എങ്ങനെയെങ്കിലും അതാരാണ് അഭിരാമിയുടെ പേര് പറഞ്ഞത്, ആ ഒറ്റിയത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. കാരണം അത് നന്ദയുടെ ജീവിത പ്രശ്നമാണെന്നും ഒരിക്കലും അവര് തമ്മിൽ പിരിഞ്ഞു കഴിയാനുള്ളവരല്ല, അവര് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നും അവരുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും അറിയാം, ഞങ്ങൾക്കറിയാം ഇത് പുറത്തു വിടാൻ പറ്റാത്തൊരു രഹസ്യമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, വേറെ ആരോടും പറയണ്ട, ഗൗതമേട്ടന്റെ മുമ്പിൽ ഇത് ഞങ്ങൾക്ക് തെളിയിച്ചേ പറ്റൂ, നന്ദയല്ലെന്ന് തെളിയിച്ചേ പറ്റൂ. ഏതായാലും ഇപ്പൊ സാറിന്റെ മുമ്പിലാ ഈ നന്ദയുടെ ജീവിതം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ADGPക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ADGP പറഞ്ഞു, എനിക്ക് വേറൊരു ഇൻഫർമേഷനും അറിയില്ല, ഒരു മെയിലാണ് നമുക്കിവിടെ എത്തിയത്. അപ്പൊ ഒരു മെയിൽ ആയതുകൊണ്ട് തന്നെ ആ വഴി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഒരു മെയിൽ വന്ന സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു കൺട്രോൾ റൂമിലൊക്കെ വിളിച്ചൊന്ന് തിരക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞേക്കാം, ആരാണെന്ന് അറിഞ്ഞേക്കാം. അവർ പറയുമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേറൊന്നും അറിയില്ല, ആരാണ് കറക്റ്റ് ഈ മെയിൽ അയച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യുകയും മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം പിന്നെ അതിന്റെ അപ്പുറം തലയും മുറിയും വാലും ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഈ അഭിരാമി എന്ന് പറയുന്ന ആള് അത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊന്നും നോക്കേണ്ടി വന്നില്ല. മറുവശത്ത് നിൽക്കുന്ന ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കേണ്ടി വന്നില്ല. ഒരു കിട്ടപ്പുള്ളീനെ സംരക്ഷിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ലല്ലോ. പിന്നെ ഗൗതം എന്ന നിലയിൽ ഗൗതം ഇവിടെ രാജിക്കത്ത് വരെ തന്നതാണ്. പക്ഷെ എനിക്ക് ഗൗതമിനെ രാജിവെപ്പിക്കാനോ അല്ലെങ്കിൽ ആ രാജിക്കത്ത് സ്വീകരിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ പോകുന്ന സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം ഒന്നും പോകാൻ പാടില്ല, നിങ്ങൾ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ അവിടെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും നന്ദയും അർജുനും കൂടി രണ്ടും കൽപ്പിച്ച് നേരെ പോകുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ പിങ്കിനെയാണ് കേട്ടോ. ഗൗതമല്ല, അർജുനും നന്ദയും എവിടെ പോയതാണെന്നൊന്നും പിങ്കിക്ക് അറിയില്ല. പക്ഷെ പിങ്കിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. അർജുന് തന്നെ സംശയമുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഈ സത്യങ്ങളൊക്കെ പിങ്കി പുറത്ത് വരുമായിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ നന്ദേനെ കണ്ടില്ല, അർജുനെ കണ്ടില്ല. അപ്പോഴേക്കും ലക്ഷ്മിയോട് ചെന്ന് ചോദിച്ചു, അല്ല നന്ദേനെ അർജുനെ കാണുന്നില്ലല്ലോ, അവരെവിടെ പോയതാ എന്നിങ്ങനെ ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ, അയ്യോ അറിയില്ല മോളെ, അവരെവിടെ പോയതാണെന്ന് എനിക്കറിയില്ല, ഏതായാലും രണ്ടുപേരും കൂടെ തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എന്ന് പറഞ്ഞു. അപ്പോഴിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് വായിക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ പോയത് എന്നോർത്തിട്ട് വല്ലാത്തൊരു സംശയത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും നമ്മുടെ പിങ്കി ഈ കാര്യം ചെയ്തത് ഗൗതമിന് വേണ്ടി മാത്രമാണ്. ഗൗതം തനിക്ക് സ്വന്തമാകണം എന്ന് ഓർത്തിട്ടാണല്ലോ എൻ്റെ ഈശ്വരൻ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതൊരിക്കലും പിടിക്കപ്പെടരുത്. നന്ദ എന്ന് പറയുന്ന ആ പിശാചിന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേറെ ഒരു മാർഗവുമില്ല. എനിക്കത് ഗൗതമിനെ കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗൗതമിനെ ഞാൻ നന്ദയ്ക്ക് വിട്ടുകൊടുക്കില്ല. പൂർണ്ണമായും ഗൗതമിനെ എനിക്ക് കിട്ടണം, എൻ്റെ മാത്രമാ ഗൗതം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വട്ടൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പിങ്കിക്ക് ഇത് തന്നെയുള്ള പരിപാടി. അങ്ങനെ നേരെ നമ്മുടെ അർജുനും നന്ദയും കൂടെ കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ അറിയണമായിരുന്നു, ഒരു മെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെയിൽ ചെക്ക് ചെയ്തിട്ട് ഇന്ന ദിവസം ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇന്ന ദിവസം ആരാണ് ഇവിടെ മെയിൽ അയച്ചത്, അത് മെയിലാണോ ഫീമെയിലാണോ, അതായത് ആണാണോ പെണ്ണാണോ അയച്ചത് എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ആദ്യം അവർ സമ്മതിച്ചില്ല കേട്ടോ. ആദ്യം അവർ പറഞ്ഞു, ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ഒന്നും പുറത്തു വിടാൻ പറ്റില്ല സാർ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല, പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ അർജുൻ പറഞ്ഞത്,
ഞാനൊരു സൈനികനാണെന്നും ഞാനൊരു പട്ടാളക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്, ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ ഒന്നുമല്ല, അതുകൊണ്ട് എനിക്കിത് കിട്ടിയേ തീരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സൈനികന്റെ ബഹുമാനം അവർ കൊടുത്തു. അവർ പറഞ്ഞു ഓക്കെ സാർ, സാറിന് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പിന്നെ ഈ മെയിൽ അയച്ചത് ആരാണെന്ന് അത്രയ്ക്ക് കൺഫേം ഒന്നുമില്ല. ഇപ്പം മെയിൽ ഐ ഡി ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കി ഇങ്ങനെ അയക്കാമല്ലോ. ഒരു മെയിൽ ഐ ഡി അതിപ്പോൾ ഏത് രീതിയിലും ഒരു മെയിൽ ഐ ഡി ഇങ്ങനെ അയക്കാൻ പറ്റും. അതിപ്പം ഫേക്ക് മെയിൽ ഐ ഡി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും ഇനിയിപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ, ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും CCTV ദൃശ്യങ്ങളും എടുത്തു, മെയിലും ചെക്ക് ചെയ്തു. അപ്പം മെയിൽ വന്നിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക ഫേക്ക് അക്കൗണ്ട് എന്നൊന്നും അല്ല. എന്നാൽ പിന്നെ നമ്മുടെ മന്ദബുദ്ധി പിങ്കി ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മെയിൽ വിടണ്ടേ? അങ്ങനെ വിട്ടിരുന്നു എങ്കിൽ ഇത്രയും ബുദ്ധിയുള്ള പിങ്കിയല്ലേ ഇത്രയും വലിയൊരു കേസ് വരെ അതായത് നമ്മുടെ പിങ്കി ആണല്ലോ ആദ്യം കണ്ടുപിടിച്ചത് ഗൗതം അഭിരാമിയുടെ പുറകെയാണെന്നോ അഭിരാമി അഖിലയാണെന്നൊക്കെ കണ്ടുപിടിച്ച ഈ പിങ്കിക്ക് ശകലമെങ്കിലും ബുദ്ധിയും വെളവും വിവരവും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ പിങ്കി ഫേക്ക് ഐ ഡി ഒന്നും ഉപയോഗിക്കാതെ നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് മെയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഫീമെയിലാണ് മെയിൽ വിട്ടത് എന്നും, അപ്പൊ അങ്ങനെ മെയിലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. ഏതായാലും പൂടി കിട്ടി അവർക്ക്. നമ്മുടെ പിങ്കി തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ നന്ദയും അർജുനും കൂടെ ഈ വിവരം അറിഞ്ഞ് ഷോക്കായി പോയിട്ടോ. ഷോക്കായി പോയത് നമ്മുടെ നന്ദയാണ്. നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു ഈ ഒരു മെയിലിന്റെ അവകാശി വേറെ ആരുമല്ല പിങ്കിയാണെന്ന് എനിക്കറിയായിരുന്നു. പിങ്കിയുടെ ഉദ്ദേശം എന്നത് എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം നന്ദ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദ വല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ എല്ലാത്തിനും നിന്ന് എന്റെ കണ്ണീരൊപ്പം നിന്ന് നന്ദയാണോ ഇത് ചെയ്തത് എന്ന് ഓർത്തിട്ട് നമ്മുടെ നന്ദയ്ക്ക് വല്ലാതെ അങ്ങ് വിഷമാവുകയാണ്. നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഗൗതമിന്റെ കേസുകൾക്കെല്ലാം സ്പൈവർക്കായിട്ട് കൂടെ നിന്നത് നമ്മുടെ പിങ്കി തന്നെയാണ്. അപ്പൊ പിങ്കിയാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചതും ചെയ്തതും ഒക്കെ. അതുകൊണ്ട് തന്നെ പിങ്കി ഒരിക്കലും തന്നെ ഒറ്റിക്കൊടുക്കുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല നമ്മുടെ നന്ദ. ഏതായാലും അർജുൻ നന്ദയെ ആശ്വസിപ്പിക്കുകയാണ്. ഏതായാലും നമുക്ക് വിവരം കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ആശ്വസിക്കുകയാണ്. അങ്ങനെ ഇവര് നേരെ നമ്മുടെ ഇന്ദിവരം തറവാട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങുന്നു. ലക്ഷ്മി ആണെങ്കിൽ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? തന്റെ മക്കളുടെ ജീവിതം അത് ഇപ്പം ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. നന്ദമോളെ ഇങ്ങനെ ഗൗതം അവഗണിച്ചു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ സഹിക്കാനൊന്നും കഴിയില്ല. നന്ദമോൾ ഏതായാലും ഈ തെറ്റ് ചെയ്തിട്ടില്ല, അവൾ ഒരിക്കലും ഒറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അരുന്ധതിയോട് പറയുന്നുണ്ട്. അപ്പൊ അരുന്ധതി പറയുന്നുണ്ട് നമുക്ക് ഇതിനിടയിൽ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവരുടെ ജീവിതമാണ്, അത് അവരാണ് ചിന്തിക്കേണ്ടത്, അവരാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. ഗൗതം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അത്യാവശ്യം വിവരവും വെളുവൊക്കെ ഉള്ളൊരു ഒരു മനുഷ്യനാണ്. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു അഭിപ്രായം എടുക്കാൻ നമുക്ക് കഴിയില്ല ലക്ഷ്മി എന്ന് പറയുന്നു. ഇതേ സമയമാണ് നമ്മുടെ പവിത്രയും അതുപോലെ മോഹിനിയും കൂടെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് നന്ദ ചെയ്തതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയില്ല, കാരണം കേൾക്കുകയും കാണുകയും അല്ല സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ, എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നോ? ഇതിപ്പം അഭിരാമി എന്ന ആ ഒരാളെ രക്ഷിച്ചതല്ല ഒറ്റിക്കൊടുത്തത് നന്ദ തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടുമല്ല. ഗൗതം അങ്ങനെ ചെയ്തതിന് ഏതൊരു ഭാര്യയും ചെയ്യുന്ന കാര്യമാണ് ചെയ്തത്. പക്ഷെ നന്ദയ്ക്ക് അതിന്റെ ഇതില്ലായിരുന്നു, കാരണം അവരത്രയ്ക്ക് കളിക്കൂട്ടുകാരൊക്കെ ആയിരുന്ന ആ ഒരു നിലയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു നന്ദയ്ക്ക് എന്നും പറഞ്ഞ് പവിത്രയും മോഹിനിയും ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിട്ട് നമ്മുടെ മോഹിനി പറഞ്ഞു ഈ സ്ഥാനത്ത് പവിത്ര വല്ലതും ആണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുകയുള്ളൂ, അത് ഉറപ്പാ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവളെ തലയിൽ കയറ്റി വെച്ചേക്കല്ലേ, അവളെന്താ MBBS കാരി ആയതുകൊണ്ടാണ് അവളെ എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി പറഞ്ഞു മോഹിനി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണത്? അതെ, നന്ദമോൾ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയണത്? ഏതൊരു ഭാര്യയും ചെയ്യുന്ന തെറ്റാ നന്ദ ചെയ്തത്? ഒരിക്കലും നന്ദമോളല്ല, നന്ദമോൾ കള്ളം പറയില്ല, അവളെ എനിക്കറിയാം, അവളല്ല ഈ ഒരു പരാതി കൊടുത്തതും ഒറ്റിക്കൊടുത്തതും ഒന്നും അവളല്ല. ഇതിന്റെ മുമ്പിലും ആരെങ്കിലും കാണുമല്ലോ, അതേതായാലും തെളിയും, അതിന്റെ നന്ദമോള് തെളിയിക്കുന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിന്ന് വിറയ്ക്കുകയാണ് നമ്മുടെ പിങ്കി. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അങ്ങനെ നമ്മുടെ ആരാ വീട്ടിലെത്തുന്നത്? നമ്മുടെ അർജുനും നന്ദയും വീട്ടിലെത്തുകയാണ്. അർജുനും നന്ദയും വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ അർജുനും നന്ദയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി ലക്ഷ്മി ചെന്നിട്ട് എന്തായി മോളെ, എന്താ കാര്യങ്ങളൊക്കെ, നിങ്ങൾ എവിടെ പോയതായിരുന്നു, പറയാതെ എങ്ങോട്ട് പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയത്, അത് നന്ദയുടെ ജീവിത പ്രശ്നം തന്നെയാണ്.
ഇവിടെ ഒരു ഒറ്റുകാരിയുണ്ട്, അതാരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇവിടെ ഒരു ഒറ്റുകാരിയുണ്ട്. ഏതായാലും നമ്മുടെ അഭിരാമീനെ ഒറ്റ കൊടുത്ത ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞെന്ന് പിങ്കി അങ്ങ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. പിങ്കി തന്നെയാണെന്ന് അറിയാലോ. അങ്ങനെ പിങ്കിയുടെ അടുത്ത് ചെന്നിട്ട് അർജുൻ പറഞ്ഞു, എന്തിനു വേണ്ടിയാടി നീ ഇതൊക്കെ ചെയ്തത്? നീ നന്ദയുടെ കൂടെ കണ്ണീരൊപ്പാൻ നിന്നിട്ട് ആ നന്ദയുടെ കണ്ണീര് കാണാൻ തന്നെ നീ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അത് ഗൗതമേട്ടന് വേണ്ടി ആയിരുന്നില്ലേ എന്ന് തുറന്നടിച്ച് ചോദിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കി, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, നീ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട, ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നീയല്ലേടി ആ അഭിരാമി എന്ന് പറയുന്ന അവളെ നീയല്ലേ ഒറ്റുകൊടുത്തത്? നീയല്ലേടി നീ മെയിൽ അയച്ച് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ പിടികിട്ടി. നന്ദ ഇങ്ങനെ വന്നിട്ട്, എന്തിനാടി നീ എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഓരോ കാര്യങ്ങൾ പറയും തോറും നീ എന്നെ സമാധാനിപ്പിക്കാനും എന്റെ കണ്ണീരൊപ്പാനും വന്ന് നീയല്ലേ ഇതെല്ലാം കണ്ടുപിടിച്ചതും, നീയല്ലേ എന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചതും, എല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു പിങ്കി, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയും. ഏതായാലും പിങ്കി വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പൊ പിങ്കിയുടെ അടുത്ത ഐറ്റം എന്തായിരിക്കും ഏതായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് ഫുൾ വിശേഷം ഇതുവരെ എത്തിയിട്ടില്ല. നമ്മളൊരു പ്രമോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മൾ പ്രമോ വിശേഷം ഇട്ടിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഒരു പ്രമോ വിശേഷമായിട്ട് ഞാൻ എത്തിയത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കൂല്ലോ ഈ ഒരു കഥ അറിയാനും. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഫുൾ വിശേഷത്തിലും കാണാൻ പോകുന്നത്. ഡയലോഗ് സഹിതം നമുക്ക് ഫുൾ വിശേഷം എത്തുമ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാട്ടോ. ഇതിന് ഏകദേശം എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കഥ പോകുന്നത് എങ്കിൽ പിന്നെ ഞാനൊരു പ്രമോയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ, അനാവശ്യമായിട്ട് വീണ്ടും വരേണ്ട കാര്യമില്ല. ഏതായാലും നമുക്ക് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണേ. പിന്നെ നമ്മുടെ പുതിയ ചാനലിൽ നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും കഥ ഇടുന്നുണ്ട്. അതിന്റെ പ്രമോ വിശേഷം നമ്മൾ ഇതിലല്ല ഇടുന്നത്, ഫുൾ വിശേഷം ഇതിലും പ്രമോ വിശേഷം നമ്മുടെ പുതിയൊരു ചാനലിലുമാണ് ഇടുന്നത്. കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പൊ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.